ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. എതിരെ നിൽക്കുന്നത് കാവേരിയാണെന്നറിയാതെ വിനീത് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാണ്. അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യം നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. കാവേരിയും വിട്ടുകൊടുക്കുന്നില്ല, അവളും തിരിച്ച് നല്ലത് പറയുന്നുണ്ടേ. അപ്പം പ്രശ്നം സങ്കീർണമാവുമെന്ന് കാണുമ്പോൾ നമ്മുടെ ഗംഗ കാവേരിയെ വിളിക്കും. കാവേരി, നീ ഇങ്ങോട്ട് വന്നേ, വെറുതെ ഈ രാത്രി കിടന്ന് അറിയില്ലാത്ത പ്രശ്നത്തിന് പോകണ്ട എന്ന് പറയണേ. അപ്പൊ ഗംഗയുടെ ശബ്ദവും കാവേരി എന്നുള്ള വിളിയും എല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ വിനീതിന് ബോധം വരികയാണ്. അയ്യോ, ഇതെൻ്റെ ഗംഗയായിരുന്നോ, എൻ്റെ കാവേരി മോളായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. അപ്പം നിവിനും പറയും, എടാ നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോകാം, വാ ബ്രോ എന്നും പറഞ്ഞാൽ നിവിനും നമ്മുടെ വിനീതിനെ വിളിക്കാൻ കേട്ടോ. എടാ നിവിനെ, ഇത് നോക്കിയത് ആരൊക്കെയാണെന്ന്, എൻ്റെ ഗംഗയും എൻ്റെ അനീതി കൊച്ചുവാടാ, എന്നെ വിളിക്കാൻ വന്നതാണോ നിങ്ങൾ രണ്ടുപേരും എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം കാവേരിയും ഗംഗയും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് വിനീതിൻ്റെ ഇങ്ങനൊരു കോലം കാണുമ്പം. ഇതെന്താ നിങ്ങൾ രണ്ടും ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും വിനീത് അവരോട് രണ്ടുപേരൂടെ, ചേച്ചി വിനീതേട്ടൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ ഗംഗേച്ചി എന്ന് കാവേരി പറയാണ്. എനിക്കൊന്നും അറിയില്ല, ഇതിനെ അന്വേഷിച്ചാണോ അമ്മ നമ്മളെ ഇങ്ങോട്ട് ഈ രാത്രി വിട്ടത് എന്ന് ഗംഗ അപ്പം ചോദിക്കുക. എങ്ങനെയെങ്കിലും വിനീതേട്ടനെ വീട്ടിലെത്തിക്കണ്ടേ എന്ന് ചോദിക്കുക. ഒരു ബോധവും ഇല്ലല്ലോ എന്ന് പറയണട്ടോ കാവേരി. അപ്പം നിവിനും ഇറങ്ങി വരിക. ദേ നോക്കിക്കേടാ നിവിനെ, എൻ്റെ അനീതിക്കുട്ടിയെ കണ്ടോ നീ, എൻ്റെ ഗംഗയെ നീ കണ്ടോ എന്ന് ചോദിക്കാം. ആ, ഈ ബ്രോയിനെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി നോക്കുമായിരുന്നു, ഇനിയിപ്പം നിങ്ങൾ കൊണ്ടുപോക്കില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം കാവേരി പറയും, ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകാനാ, ഞങ്ങൾ സ്കൂട്ടിയിലല്ലേ വന്നേ, നിവിനൊന്ന് സഹായിക്കുക എന്ന് പറയാൻ കേട്ടോ. നിവിൻ്റെ സംസാരത്തിൽ നിന്ന് കാവേരിക്ക് ബോധ്യപ്പെടുകയാണ് നിവിനും കുടിച്ചിട്ടുണ്ടെന്ന്. ഇത് എന്ത് പരിപാടിയാണ് നിവിനെ കാണിച്ചത്, വിനീതേട്ടൻ ഇതൊന്നും ശീലമില്ലാത്തതല്ലേ, അത് പിന്നെ എന്ന് പറഞ്ഞ് നിവിൻ തപ്പി തടയാണ് കേട്ടോ കാവേരിയുടെ മുന്നിൽ. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു വിധത്തിൽ നമ്മുടെ നിവിനെയായിട്ട് സ്നേഹതീരത്തേക്ക് പോവുകയാണേ. അപ്പോൾ സ്നേഹതീരത്ത് അവർ എത്തിക്കഴിയുമ്പോൾ ശബ്ദമെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ശാരദയും എല്ലാവരും ഇറങ്ങി വരിക. അപ്പം ശാരദ അന്തം വിട്ട് നിൽക്കുക, കാരണം നിവിൻ്റെ ഇങ്ങനൊരു കോലം ശാരദയും ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ആ, അമ്മായി ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ഇടയ്ക്ക് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗംഗയും കാവേരിയും കൂടി ശാരദയെ പോയി പയ്യെ തട്ടി വിളിക്കുകയാണ്. അമ്മ എന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നേ? അപ്പം ശാരദ ചോദിക്കും, ഇതെന്ത് കോലമാ, വിനീത് മദ്യപിക്കുമോ എന്ന് ചോദിക്കുക. ഞങ്ങൾക്കറിയില്ലമ്മേ എന്ന് കാവേരിയും ഗംഗയും കൂടി കൈ മലർത്തു കേട്ടോ. അപ്പോൾ ഗംഗ പറയും, ആ, അമ്മ മദ്യപിച്ച് വരുന്ന ആൾക്കാരെ അധികം കണ്ടിട്ടില്ലല്ലോ, അച്ഛൻ മദ്യപിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് അറിയത്തുമില്ല, വന്നേ എങ്ങനെയെങ്കിലും ഈ സാധനത്തിനെ അകത്ത് കയറ്റണം എന്ന് ഗംഗ പറയാൻ കേട്ടോ. എന്നിട്ട് കാവേരി ഗംഗയും ശാരദയും കൂടി പിടിച്ച് ഒരു വിധത്തിൽ നമ്മുടെ വിനീതിനെ കൊണ്ട് റൂമിൽ നിർത്തുമ്പോൾ നിൽക്കാൻ പോലും പറ്റാത്ത വിനീത് ബെഡിലേക്ക് മറിഞ്ഞ് വീഴാണ് കേട്ടോ. അയ്യോ, എന്ത് കോലത്തിലാണ് ഈ ചെറുക്കൻ കയറി വന്നിരിക്കുന്നേ, ഇവനിങ്ങനെ മദ്യപിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതാണല്ലോ, അതെന്താ അമ്മയ്ക്ക് ഇത്ര ഉറപ്പ് എന്ന് ഗംഗ അപ്പം ചോദിക്കുക. അത് പിന്നെ വിനീതനെ നമുക്ക് അറിയാത്തതാണോ എന്ന് ശാരദ ചോദിക്കുക. അമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുമൊന്നും വേണ്ട, അച്ഛൻ ഇവിടെ മദ്യപിച്ച് വന്ന് ഇങ്ങനെ ഈ കോലത്ത് കയറി വരാത്തത് കൊണ്ട് അമ്മയ്ക്കൊട്ട് എങ്ങനെ ഇവരെയൊക്കെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തുമില്ല, അതല്ലേ ഇങ്ങനെ നിൽക്കുന്നത്, എന്തായാലും വിനീതേട്ടനെ ഞാൻ നോക്കിക്കോളാം എന്ന് ഗംഗ പറയാൻ കേട്ടോ. പക്ഷെ ശാരദയ്ക്ക് നല്ല വിഷമം വരികയാണേ വിനീതിൻ്റെ ഈ കോലം കണ്ടിട്ട്. വിനീതിന് സ്ഥിരമായിട്ട് മദ്യപിച്ച് വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാരദയുടെ മനസ്സിലൂടെ കടന്നു പോവാണ് കേട്ടോ. അപ്പം ശാരദയുടെ അടുത്ത് നിന്ന് കാവേരി പറയും, അമ്മേ ഇത് കല്യാണം കഴിഞ്ഞതിൻ്റെ എന്തോ സെലിബ്രേഷനാണ്, അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, വിനീതേട്ടൻ അറിയാതെ എന്തോ എടുത്ത് കുടിച്ചതാകും എന്ന് പറയണേ. അപ്പം വിനീതാണെ അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഗംഗയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടം വരുന്നുണ്ട് വിനീതൻ്റെ ഈ കോലം കാണുമ്പം. ഇതുപോലെ കുടിച്ച് ലെക്കിട്ട് വിനീത് കയറി വരുമെന്ന് ഗംഗ ഒരിക്കലും കരുതിയില്ല. വിനീതിനെ പറ്റി നമ്മുടെ ഗംഗയുടെ മനസ്സിലുണ്ടായ ചെറിയൊരു ഇംപ്രഷനും കൂടി ഇതോടുകൂടി തീരുകയാണ്. ഇതേസമയം പിറ്റേ ദിവസം എഴുന്നേറ്റ വിനീതിന് തലേന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പം വീട്ടിലുള്ളവരെ നോക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. ഞാൻ ഇച്ചിരി ഓവറായിപ്പോയി, പക്ഷെ ഞാൻ കുടിച്ചത് എന്താ മാറിപ്പോയതാണോ, ഇനി ബേബി ചേട്ടനെങ്ങാനും എടുത്തു വെച്ച ക്ലാസ്സാണോ ഞാൻ കുടിച്ചത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വിനീതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണേ. അപ്പോഴാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. അപ്പം ഗംഗയെ കാണുമ്പം എന്തു പറയണമെന്നറിയാതെ വിനീത് ആകെ ചമ്മി നിൽക്കുകയാണ്. അപ്പം ഗംഗ ചോദിക്കും, വിനീതേട്ടന് ചായ വേണോ എന്ന് ചോദിക്കുക. അത് പിന്നെ ഗംഗ, സോറി, ഇന്നലെ ഒരബദ്ധത്തിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ സന്തോഷത്തിന് അവർക്കൊക്കെ ചെലവ് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ കുടിക്കാൻ കരുതിയില്ല, എന്തോ അബദ്ധവശാൽ സംഭവിച്ചതാ എന്ന് പറയാം. സാരമില്ല, ഇവിടെ ആർക്കും ഇങ്ങനെ കുടിച്ചു വന്നവരെ ഒന്നും കണ്ട് ശീലമില്ല, അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം വിനീതേട്ടൻ മുന്നോട്ട് പോകാൻ എന്ന് ഗംഗ പറയാം. അയ്യോ ഗംഗ, ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളൊന്നും അല്ല, അയ്യോ ഇനി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുക പോലും ഇല്ല, ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാ എന്ന് പറയാം. ഞങ്ങളുടെ അച്ഛൻ ഒരിക്കൽ പോലും കുടിച്ച് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അമ്മയ്ക്കോ ഞങ്ങൾ മക്കൾക്കോ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ എന്ന് ചോദിക്കുക. സോറി ഗംഗ, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാകില്ല, ഞാനങ്ങനെ
കുടിക്കുന്ന ആളുമല്ല, എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയാണ്. ഇനിയിപ്പം അമ്മായിയുടെയും പിള്ളേരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അത് സാരമില്ല, ഇനിയിപ്പം ആരും ഇവിടെ അതിനെപ്പറ്റി ചോദിക്കാനൊന്നും വരത്തില്ല. പക്ഷെ മനസ്സിലുണ്ടാകണം, ഇനി ഇങ്ങനെ കുടിച്ച് ഈ വീട്ടിൽ കയറി വരരുതെന്ന ഒരു ചിന്ത ഉണ്ടാകണം എന്ന് പറയാം. ഇവിടെ ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും മുത്തശ്ശിയും അനിയത്തിമാരും ഒക്കെ ഉള്ള വീടാ, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. സോറി ഗംഗെ, എൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഇങ്ങനൊരു തെറ്റുണ്ടാകില്ല എന്ന് വിനീത് പറയാൻ കേട്ടോ. പക്ഷെ എന്നിട്ട് വിനീത് അവിടെ നിന്ന് പോവാണേ. പക്ഷെ വിനീതിന് വീട്ടിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ അഭിമുഖീകരിക്കാൻ നല്ല നാണക്കേടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോട് സംസാരിക്കാൻ നിൽക്കാതെ നേരെ കടയിലേക്ക് പോവാ. കടയിൽ ചെന്ന് ആകെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നപ്പോൾ സലിമൊക്കെ ചോദിക്കാം. പിന്നെ ടെൻഷൻ അടിക്കാതെ, ഇന്നലെ ഞാൻ കുടിച്ച് ഏത് കോലത്തിലാണ് സ്നേഹതീരത്ത് കയറി ചെന്നതെന്ന് ഇക്കയ്ക്ക് അറിയാവോ? ആകെ നാണം കെട്ടു. ഗംഗയുടെ മുന്നിൽ ഞാൻ തൊലി ഉരിഞ്ഞ ഇന്ന് രാവിലെ നിന്നത്. അവൾ എന്നെ ഒരു മുഴുകുടിയനായിട്ടാണ് കാണുന്നത് എന്ന് പറയാം. എടാ സാരമില്ലടാ, നിന്റെ ഇങ്ങനെ ഒരു കോലവും അവർക്ക് കാണാനൊരു അവസരം കിട്ടിയില്ലേ? ദേ സലിമിക്ക, വെറുതെ ആവശ്യമില്ലാതെ പറയരുതേ, അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എടാ, പെണ്ണുങ്ങളെ മനസ്സലിക്കാനായിട്ട് എന്തൊക്കെ ഐഡിയകളുണ്ട്, അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്ന് പറയാം. ഗംഗ എന്നോട് പിണങ്ങി. അവൾക്ക് അത്രയ്ക്കും വിഷമമുണ്ടായി. അവളുടെ അച്ഛനൊന്നും കുടിച്ചു പോലും കണ്ടിട്ടില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാ, അമ്മാവൻ അങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല എന്ന് പറയാം. അത് സാരമില്ലടാ, കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നീ ഇന്ന് രാത്രി പോകുമ്പം അവൾക്ക് കുറച്ച് ഹലുവയും മുല്ലപ്പൂവും ഒക്കെ മേടിച്ചോണ്ട് ചെല്ലടാ. ഇതിലൊന്നും വീഴാത്ത ഒരു പെണ്ണുങ്ങളും ഈ നാട്ടിലില്ല എന്ന് പറയാം. ഒന്ന് പോ സലിമിക്ക, ഇതിലൊക്കെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വീഴുവോ? എടാ, കാലം മാറിയാലും പെൺകുട്ടികളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. നീ ഇതൊക്കെ ഇന്ന് മേടിച്ചോണ്ട് ചെല്ല്, നിന്റെ ഗംഗയും നിന്റെ വഴിക്ക് വരും എന്ന് പറയാം. ആണോ സലിമിക്ക എന്ന് പ്രതീക്ഷയോടെ നമ്മുടെ വിനീത് അപ്പം ചോദിക്കുകയാണ് കേട്ടോ. സമയം നിവിൻ്റെ വീട്ടിലെ രാജേഷിക്ക് ഒരു സമാധാനവും ഇല്ല. നിവിന് കാവേരിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞതിന് ശേഷം എങ്ങനെയും നിവിൻ്റെ കല്യാണം നടത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ വിനീതിൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും വിനീത് ഗംഗയെ കല്യാണം കഴിച്ചതും ഒരു കല്ലുകടിയായിട്ട് രാജേശ്വരിയുടെ മനസ്സിൽ വീണുപെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല രീതിയിൽ എരിവേറ്റി കൊടുക്കാൻ ജയപാലനും ഉണ്ട്. ആ പെണ്ണുങ്ങൾക്കൊക്കെ ആരുടെയും തലയിൽ എങ്ങനെയെങ്കിലും കയറണമെന്നേ ഉള്ളൂ. ചെറുക്കന്മാരുടെ വീട്ടുകാർ വേദനിക്കുന്നതോ അച്ഛനും അമ്മയ്ക്കും കൂടപ്പറപ്പുകൾക്കും അതിൽ എതിർപ്പുള്ളതൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും എല്ലാത്തിനെയും ആരുടെയും തല കെട്ടിവെക്കാനാ ആ ശാരദയെ നോക്കുന്നത് എന്നൊക്കെ ജയപാലൻ വിളിച്ചു പറയൂ കേട്ടോ. അതോട് കേട്ടതിന് ശേഷം നമ്മുടെ രാജേശ്വരിക്ക് ഒരു സമാധാനവും ഇല്ല. നിവിനെയും അവരുടെ വലയിലാക്കുവോ? കാവേരിയെ കൊണ്ട് തൻ്റെ ഇഷ്ടം നോക്കാതെ അവനെ കൊണ്ട് കല്യാണം കഴിക്കുമോ? കാവേരിയോട് അഗാധമായുള്ള സ്നേഹമുള്ള തൻ്റെ മകൻ ഒരു പക്ഷേ തൻ്റെ വാക്കിന് വില നൽകാതെ അവളെ കെട്ടിയാലോ എന്നൊക്കെയുള്ള ചിന്ത ഒരു പേടി സ്വപ്നം പോലെ രാജേശ്വരിയുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. അപ്പോൾ രാജേശ്വരി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണുമ്പം നിവിൻ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ അമ്മേ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കും. അത് പിന്നെ നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ, നീ ചുമ്മാ ഇങ്ങനെ നടക്കുമല്ലേ? ഇനി നിന്നെ ഇങ്ങനെ കയറൂരി വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിനക്ക് ചില ഉത്തരവാദിത്വമൊക്കെ വരണം. അതിന് ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ കല്യാണക്കാരൻ തന്നെ നീ നാട്ടിൽ വന്നപ്പം മുതൽ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നതല്ലേ, പിന്നെ നീ എന്താ ഇത്ര ആശ്ചര്യത്തോടു കൂടി സംസാരിക്കുന്നേ? ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ടമ്മേ. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞതാ. വീണ്ടും അമ്മ എന്തിനാ അത് മനസ്സിലാകാതെ സംസാരിക്കുന്നേ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ആ വീട്ടുകാരുമായിട്ടൊരു ബന്ധത്തിന് എൻ്റെ പൊന്നുമോൻ ആഗ്രഹിക്കാൻ വേണ്ട. എൻ്റെ സമ്മതത്തോടെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. പിന്നെ ആ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ആരുടെയും തോളി കയറാനായിട്ട് ചെറുക്കന്മാരുടെ വീട്ടുകാരുടെ സമ്മതമൊന്നും അവർ നോക്കില്ലല്ലോ. ഭീഷണിപ്പെടുത്തിയാണെങ്കിലും കെട്ടിക്കുമല്ലോ. അതുപോലെ നീയും ഈ എന്നെ ധിക്കരിച്ചുകൊണ്ട് അവളെങ്ങാനും കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. വെറുതെ പറയുന്നത്. ആ വിനീതിൻ്റെ അമ്മ സുജാതയുടെ സ്വഭാവമല്ല ഈ രാജേശ്വരിക്കുന്ന എൻ്റെ മോന് നന്നായിട്ട് അറിയാലോ. ഞാൻ വെറും വാക്ക് പറയില്ല എന്ന് പറഞ്ഞ് നിവിനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നിവിൻ പറയും, അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അമ്മയുടെ സമ്മതമില്ലാതെ ഞാൻ ഒരിക്കലും കാവേരിയെ എൻ്റെ കൂടെ കൂട്ടില്ല. അതുപോലെ തന്നെ കാവേരി അല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഭാര്യയുടെ സ്ഥാനത്ത് ഉണ്ടാവുകയുമില്ല. അത് അമ്മയെ മനസ്സിൽ കരുതിക്കോ എന്നും പറഞ്ഞ് നിവിൻ അവിടുന്ന് പോവാം. നിന്നെ എൻ്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാടാ. എൻ്റെ മകൻ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്ടത്തിലുള്ള ഒരു പെൺകുട്ടി തന്നെയായിരിക്കും എന്ന് രാജേശ്വരി മനസ്സിൽ പറയുകയാണേ. അതേസമയം വിനീത് വൈകുന്നേരം കടയടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും സലിമിക്ക പറഞ്ഞതുപോലെ ഹലുവയും അതുപോലെ മുല്ലപ്പൂമാലയൊക്കെ മേടിച്ചുകൊണ്ട് പോയാലോ എന്നിങ്ങനെ ചിന്തിക്കുക. ഗംഗയ്ക്ക് ഇതൊക്കെ അതിന് ഇഷ്ടമാകുമോ എന്നൊരു ചിന്ത വിനീതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. ഇഷ്ടമാകുമായിരിക്കും എന്നും പറഞ്ഞ് ഒരു പൂക്കടയിലേക്ക് ചെല്ലുകയാണേ. അപ്പോൾ അവർ കട അടയ്ക്കാൻ തുടങ്ങുക. അയ്യോ ചേട്ടാ അടയ്ക്കല്ലേ എന്ന് പറയാം. വിനീതായിരുന്നോ? വിനീതിന് എന്താ വേണ്ടേ എന്ന് ചോദിക്കുക. മുല്ലപ്പൂ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടല്ലോ, ഒരു മുല്ലപ്പൂമാല എന്ന് പറയുകയാണേ. അങ്ങനെ മുല്ലപ്പൂമാലയും ഹലുവയൊക്കെ മേടിച്ചുകൊണ്ടാണ് സ്നേഹതീരത്തേക്ക്
അടുത്തേക്ക് പോകുന്നത്. അപ്പം വിനീത് കയറി ചെല്ലുമ്പം തന്നെ അവിടെ നമ്മുടെ കാവേരി നിൽക്കുന്നുണ്ട്. വിനീതേട്ടൻ ഇന്ന് നേരത്തെ ആണല്ലോ എന്ന് ചോദിക്കും. അതെ. അപ്പോൾ കാവേരി കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് താൻ മേടിച്ച സാധനങ്ങളെല്ലാം പിന്നിൽ ഒളിപ്പിക്കുവേ. എന്താ വിനീതേട്ട ഒളിപ്പിച്ചത്? വിനീതേട്ടൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ, എന്നെ കണ്ടപ്പം അത് മാറ്റി പിടിക്കുന്നത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞോ, എന്താ അത് എന്ന് ചോദിക്കുക. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. കൈ കാണിച്ചേ. കയ്യിൽ എന്താ, വിരലല്ലേ ഉള്ളൂ കാവേരി എന്ന് ചോദിക്കുക. വിനീതേട്ടൻ കോമഡി പറഞ്ഞതായിരിക്കും അല്ലേ, ഞാൻ ചിരിക്കണമായിരിക്കും അല്ലേ? സത്യം പറ വിനീതേട്ട, എന്താ ഒളിപ്പിച്ചത് എന്ന് കാവേരി വീണ്ടും ചോദിക്കുക. അത് പിന്നെ ഞാൻ ഗംഗയ്ക്ക് വേണ്ടി എംബ്രോയ്ഡറി നൂലൊക്കെ മേടിച്ചതാ. അതെന്തിനാ എന്നെ കാണുമ്പോൾ ഒളിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ എംബ്രോയ്ഡറി നൂല് മേടിക്കാൻ ഇവിടെ എംബ്രോയ്ഡറി മെഷീൻ ഇല്ലല്ലോ. അല്ല, ഗംഗയ്ക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ അറിയാലോ, അതിന് വേണ്ടിയിട്ടുള്ള നൂല എന്ന് വിനീത് പറയും. വിനീതേട്ടൻ എന്തോ മറയ്ക്കുന്നുണ്ട്, ഒന്ന് പോ കാവേരി എന്നും പറഞ്ഞ് വിനീത് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം വിനീതിനെ കുറച്ച് സമയമായിട്ട് കാണാത്തത് കൊണ്ട് നമ്മുടെ ഗംഗയാണെങ്കിൽ നിളയോടൊപ്പം യമുനയോടൊപ്പം സംസാരിച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. അപ്പോൾ റൂമിൽ ചെല്ലുമ്പം ഗംഗയെ കാണില്ല. അയ്യോ, ഈ ഗംഗ ഇത് എവിടെ പോയി, കുളിക്കുമായിരിക്കുമോ എന്ന് പറഞ്ഞ് ബാത്റൂം തുറന്നു നോക്കും. അവിടെ ഇല്ല. പിന്നെ ഇത് എവിടെ പോയി, ഇനി അടുക്കളയിലായിരിക്കുമോ ഗംഗയെ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ചെന്ന് ലൈറ്റ് ഇടുവാണേ. ലൈറ്റ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ കാവേരി പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. നീയോ? എൻ്റെ ജീവൻ അങ്ങ് പോയി. ഈ ഇരുട്ടത്ത് നീ എന്തെടുക്കും എൻ്റെ കാവേരി എന്ന് വിനീത് ചോദിക്കുക. അത് പിന്നെ അല്ല, വിനീതേട്ടൻ എന്താ ഈ അടുക്കളയിൽ എന്ന് ചോദിക്കുക. ഞാൻ എനിക്ക് ദാഹിക്കുക, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് വന്നതാ. അല്ല, നീ ഈ പാതിരാത്രിക്ക് ഈ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് എന്ത് ചെയ്യുവാ? അതെനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന് വിനീതേട്ടാ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കിയത്. അതെ, സ്നാക്സ് ഒക്കെ ഇരിപ്പുണ്ട്, ഞാൻ അതെടുത്ത് കഴിക്കുക. വിനീതേട്ടന് വേണോ? എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിനീത് അവിടെ നിന്ന് കാവേരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോവാം. അതിനു മുന്നേ അവർ ആദ്യം കിടന്നിരുന്ന റൂമിലൊന്ന് പതിയെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ 3 പേരും കൂടി സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും വിനീത് നിരാശയോടെ റൂമിലേക്ക് പോവുകയാണേ. അപ്പം അവൻ മേടിച്ച ഹലുവയൊക്കെ അടുക്കളയിൽ വെക്കുകയും ചെയ്യും. എടുത്തുകൊണ്ട് വരാൻ മറന്നും പോകും കേട്ടോ. പൂമാലയാണെങ്കിൽ ആ റൂമിൽ കൊണ്ട് ഇടുകയും ചെയ്യുവേ. അപ്പം നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മുടെ വിനീതാണെങ്കിൽ സ്വപ്നത്തിൽ നമ്മുടെ ഗംഗയ്ക്ക് ആ പൂ വെച്ച് തലയിൽ കൊടുക്കുന്നതും ഹലുവ വായ വെച്ച് കൊടുക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഉമ്മ തരുമോ ഗംഗ എന്ന് ഗംഗയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ തൊട്ടടുത്ത് ഇരിക്കുന്ന പോലെയൊക്കെയാണ് വിനീതിൻ്റെ സങ്കല്പത്തിൽ. രണ്ടുപേരും അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതൊക്കെയാണ് പുള്ളി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഉമ്മ എന്ന് ഉറക്കത്തിൽ ഇങ്ങനെ കിടന്ന് ചോദിക്കുക. അപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മുടെ രാധമ്മ അങ്ങോട്ട് വരുന്നത്. ഞാൻ നിനക്ക് ഉമ്മ തരാലോടെ ചക്കര എന്നും പറഞ്ഞ് രാധമ്മ വിനീതനൊരു ഉമ്മ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗംഗയും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ വിനീത് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുക. അയ്യോ, അമ്മുമ്മയായിരുന്നോ എന്ന് ചോദിക്കുക. അതെ, അമ്മുമ്മയാ. എന്നാലും നീ ഹലുവയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അല്ലേ ഇന്നലെ? എനിക്ക് കിട്ടി കേട്ടോ എന്ന് പറയാം. അമ്മുമ്മയ്ക്ക് കിട്ടിയോ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ, നീ ആള് കൊള്ളാലോ എന്ന് പറയാണേ. അപ്പോഴാണ് മുല്ലപ്പൂവൊക്കെ അവരുടെ ബെഡിൽ കിടക്കുന്നത് കാണുന്നത്. കൊച്ചു കള്ളാ, നീ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഹലുവയൊക്കെ മേടിച്ച് ഗംഗയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണോ? ദേടാ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ അമ്മമ്മയ്ക്കും കൂടി കുറച്ച് തരണേടാ എന്ന് രാധമ്മ പറയാം. എൻ്റെ പൊന്നു രാധമ്മേ, ഒന്ന് പോകുന്നുണ്ടോ എന്ന് വിനീത് ആകെ ചമ്മി നാറി അവിടെ നിന്ന് ചോദിക്കാം. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു, ഇതൊരു ശീലമാക്കിക്കോട്ടോ എന്ന് പറയണേ. അപ്പോൾ ഗംഗയെ കാണുമ്പം നമ്മുടെ രാധമ്മയാണ് നാണത്തോടൊന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഗംഗ ഈ അച്ചമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ രാധമ്മയെ നോക്കുക. അപ്പോൾ ഗംഗയുടെ മുന്നിൽ ചമ്മി നാറി നിന്നതുകൊണ്ട് തന്നെ വിനീത് ആകെ നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം വിനീതിനെ കാണുമ്പോൾ ഗംഗയും ഒന്ന് ചിരിക്കുക. നീ എന്താ ചിരിക്കുന്നേ എന്ന് ചോദിക്കുക. ഒന്നുമില്ല. അല്ല, ഗംഗ എന്താ ഇന്നലെ അവരുടെ കൂടെ കിടന്നേ? ഞാൻ വന്ന് നോക്കിയിരുന്നു. ഞാൻ കുറേ സമയം വിനീതേട്ടനെ നോക്കി നിന്നു. അതിനുശേഷം കാണാത്തപ്പം അവിടെ വർത്താനം പറഞ്ഞിരുന്ന് ഉറങ്ങിപ്പോയതാ എന്ന് ഗംഗ പറയൂ കേട്ടോ. കടയിൽ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, അതാ ഞാൻ വൈകിയത് എന്ന് പറയേ. പക്ഷേ വീട്ടിൽ ഞാൻ എന്നും സാധാ പോകുന്നതിനേക്കാൾ നേരത്തെ ഇവിടേക്ക് വന്നത് എന്ന് പറയൂ കേട്ടോ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം വിനീതേട്ട എന്ന് പറയണേ. അപ്പോൾ പെട്ടെന്ന് രാധമ്മ വീണ്ടും പറയാം. എന്നിട്ട് ഗംഗയുടെ അടുത്ത് വന്നിട്ട് പറയും, മോളെ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രാധമ്മേ എന്ന് ഗംഗ അപ്പോൾ ചോദിക്കുക. അത് മോളെ, നീ എഴുന്നേറ്റ് പോയപ്പം ആ മുല്ലപ്പൂവൊക്കെ എടുത്ത് കളയണ്ടേ? അല്ലെങ്കിൽ അത് ശരിയല്ല. ഇവിടെ വേറെയും പെൺകുട്ടികളുള്ള വീടല്ലേ, അവരെന്ത് കരുതും? എന്തുവാ രാധമ്മ ഈ പറയുന്നേ എന്ന് ചോദിക്കുക. നിനക്കൊന്നും അറിയില്ലേ എന്നും ചോദിച്ചാൽ രാധമ്മ അവിടെ നിന്ന് പോവാണ്.
യുടെ മുന്നിൽ നാണം കെട്ടതുകൊണ്ട് ആ പൂവ് എടുത്തുകൊണ്ട് നമ്മുടെ വിനീത് പുറത്തേക്ക് പോകും. എന്നിട്ട് ഒറ്റ ഏറങ്ങ് കൊടുക്കുക. അപ്പം ശാരദയും കാവേരിയും കൂടി ആ മുറ്റത്ത് നിൽപ്പുണ്ടാവും. ശാരദയുടെ മേത്തേക്ക് ആ മുല്ലപ്പൂ വീഴുന്നത്. മുല്ലപ്പൂ വീഴുമ്പോൾ ശാരദ അത് എടുത്ത് നോക്കുക. ഇതെന്താ മുല്ലപ്പൂ ഒക്കെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ കാവേരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എന്നിട്ട് അവർ നേരെ നോക്കുന്നത് വിനീതിൻ്റെ മുഖത്തേക്ക്. വിനീതേട്ടനാണോ മുല്ലപ്പൂ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നത്? ഇന്നലെ രാത്രി മുല്ലപ്പൂ വേണം വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ എന്ന് കാവേരി പറയും. സോറി അമ്മായി, സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അമ്മായിയുടെ ദേഹത്തേക്കല്ല എറിഞ്ഞത്, പുറത്തേക്ക് കളയാനായിട്ട് നോക്കിയതാ എന്ന് പറയാ. ഷോ, ഈ ചെറുക്കനത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ശാരദ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ആ മുല്ലപ്പൂ എടുത്ത് കളഞ്ഞിട്ട് വിനീത് നാണം കെട്ട് അകത്തേക്ക് കയറി പോവാ. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് രാധമ്മ അങ്ങോട്ട് വരികയാണേ. എന്താ അമ്മയ്ക്ക് എന്താ ഇത്ര സന്തോഷം? നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ശാരദ എന്ന് പറയാം. എന്ത് കാര്യങ്ങൾ എന്നപ്പോൾ കാവേരി ചോദിക്കും. നീ ഇപ്പോൾ എന്നിട്ട് ഞാൻ പല വട്ടം പറയുന്നുണ്ട്, മുതിർന്നവർ സംസാരിക്കുമ്പം അവളുടെ ഒരു ഇടയ്ക്ക് കയറിയുള്ള സംസാരം, അത് നമ്മൾ ആഗ്രഹിച്ച പോലെ ഇന്നലെ എന്തൊക്കെ നടന്നു എന്നറിയാവോ? വിനീത് ഗംഗയ്ക്ക് ഹലുവയും അതുപോലെ പൂക്കളും ഒക്കെ മേടിച്ചോണ്ടാ വന്നത് എന്ന് പറയാ. ഷോ, എനിക്കങ്ങ് സന്തോഷമായി. രണ്ടുപേരും പരസ്പരം ഇഷ്ടമില്ല എന്നൊക്കെ നമ്മുടെ ഗംഗ വിനീതിനെ പറ്റി പറയുമെങ്കിലും അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. ഗംഗ വിനീതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞെൻ്റെ ശാരദ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് സന്തോഷം വരിക. ഷോ, അമ്മ എന്തൊക്കെയാണ് പറയുന്നേ? കൊച്ചിവിടെ നിൽക്കുന്ന കാണുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ കാവേരി ചിരിക്കും കേട്ടോ. അതെ, രണ്ടുപേരും കൂടുതലങ്ങ് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടരുത്, അവരെങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഒത്തിരി സന്തോഷിക്കാൻ വരട്ടെ. ഗംഗേച്ചിയെ ഇന്നലെ കിടന്നത് വിനീതേട്ടൻ്റെ കൂടെ അല്ല, ഗംഗേച്ചി കിടന്നത് നിളയുടെയും യമുനയുടെയും കൂടെ കെട്ടിപ്പിടിച്ചാന്ന് പറയേ. അത് കേൾക്കുമ്പോൾ ശാരദയും രാധമ്മയും സങ്കടത്തോടെ നിൽക്കും. നീ പറയുന്നത് സത്യമാണോടി എന്ന് ശാരദ ചോദിക്കാം. പിന്നല്ലാതെ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ രാത്രി വിനീതേട്ടൻ വന്നതും കിടന്നതും ഒക്കെ അറിഞ്ഞായിരുന്നു എന്ന് പറയാണ്. ഷോ, ഈ ഗംഗയുടെ ഒരു കാര്യം എന്തോരം പറഞ്ഞാലും ഇവക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ദേ അമ്മേ, രാധമ്മേ, നിങ്ങൾ രണ്ടുപേരും അറിയാനായിട്ട് ഞാനൊരു കാര്യം പറയാം. അവരുടെ കല്യാണം കഴിഞ്ഞു. അവരിനി എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കും. അവർക്ക് നീ ഒന്ന് സാവകാശം കൊടുക്കുക. നിങ്ങൾ ആദ്യം അവർ രണ്ടുപേരും പരസ്പരം മനസ്സുകൊണ്ടൊന്ന് അടുത്ത് പതിയെ ജീവിച്ചു തുടങ്ങിക്കോളും എന്ന് പറയാണേ. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, ഇവള് പറയുന്നതിലും കാര്യമുണ്ടമ്മേ. ഇനി നമുക്ക് അവരുടെ പിന്നാലെ പോകണ്ട. അവർക്ക് എന്തെങ്കിലും രണ്ടുപേരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇടപെട്ടാൽ മതി. അവർ മുന്നോട്ട് പോട്ടെ എന്ന് പറയാം. അപ്പം രാധമ്മ ശരി എന്നുള്ള രീതിയിൽ അകത്തേക്ക് പോവാണ് കേട്ടോ. ഇതേ സമയം ജയപാലനാണെങ്കിൽ നമ്മുടെ നിവിനെയും കൂട്ടിയിട്ട് അരവിന്ദ് മേടിച്ച ആ തോട്ടം കാണിക്കുക. എന്നിട്ട് പറയും, ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച തോട്ടവാ. ഇത് എൻ്റെ രാഗിണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് സ്ത്രീധനമായിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിനക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥലമാണ് ഇത്. നല്ല കണ്ണായ സ്ഥലത്താണ് ഈ തേയിലത്തോട്ടം നിൽക്കുന്നത്. എത്ര വില കൊടുത്താ ഞാനിത് മേടിച്ചതെന്ന് അറിയാവോ നിനക്ക് എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നിവിൻ ആ തോട്ടം മുഴുവനും നോക്കുക കേട്ടോ. എന്നിട്ട് ഞെട്ടി നിൽക്കുക. കാരണം തൻ്റെ അച്ഛൻ മേടിച്ചതാണെന്നും പറഞ്ഞ് കാവേരി ഒരിക്കൽ നിവിനെ കൊണ്ട് കാണിച്ച അതേ തോട്ടമാണ് ജയപാലൻ താൻ മേടിച്ചതാണെന്നും പറഞ്ഞ് കാണിക്കുന്നത്. അല്ല അങ്കിൾ എന്നാ ഈ തോട്ടം മേടിച്ചതാ? ഇതിനെപ്പറ്റിയൊന്നും അമ്മ പറഞ്ഞ് കേട്ടില്ലല്ലോ. ആ അതെ, അത് പെട്ടെന്നായിരുന്നു. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലടാ എന്ന് പറയാം. ഇത് എൻ്റെ രാഗിണിമോളുടെ കല്യാണത്തിന് മുന്നേ എൻ്റെ പേരിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച സാധനമാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാവോ ഈ തോട്ടം ഞാൻ എൻ്റെ പേരിലാക്കിയത് എന്ന് പറയാം. അപ്പം നമ്മുടെ നിവി മനസ്സിൽ പറയാം, നിങ്ങളധികം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പാവ അരവിന്ദൻ അങ്കിളിനെയും കുടുംബത്തെയും ചതിച്ചിട്ട് താൻ ഇത് നേടിയെടുത്തതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയാം. മനസ്സിലാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ശരി അങ്കിളെ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് എന്നും പറഞ്ഞ് നിവിൻ അവിടെ നിന്ന് പോവുകയാണേ. അപ്പം ജയപാലനാണെങ്കിൽ ആത്മനിർവൃതിയോടെ ആ തോട്ടം മുഴുവനും നോക്കുക. ഒരു പാവ മനുഷ്യനെ വഞ്ചിച്ച് നേടിയെടുത്ത യാതൊരു കുറ്റബോധവും അയാൾക്കില്ല കേട്ടോ. ഇതേ സമയം നിവിനാണെ കാവേരിയെ വിളിക്കാൻ കേട്ടോ. എനിക്ക് അർജൻറ്റായിട്ടൊന്ന് കാണണമെന്ന് പറയാം. അപ്പം നിവിനെ കാണാനായിട്ട് കാവേരി ചെല്ലാണ് കേട്ടോ. എന്താ നിവിനെ, എന്താ നിനക്ക് പറയണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാം. കാവേരി, ഞാനൊരു കാര്യം പറഞ്ഞു. അത് കേൾക്കുമ്പം തനിക്ക് വിഷമം ഉണ്ടായേക്കാം, പക്ഷെ താനത് ഉൾക്കൊള്ളണം. എന്താ കാര്യം? താൻ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ എന്ന് കാവേരി പറയാണ് കേട്ടോ. അത് താൻ എന്നെ ഒരിക്കൽ കൊണ്ട് തൻ്റെ അച്ഛൻ മേടിക്കാൻ ആഗ്രഹിച്ച് തോട്ടുവാന്നും പറഞ്ഞ് ഒന്ന് കാണിച്ചില്ലായിരുന്നോ? അത് ഇന്ന് ജയപാലൻ അങ്കിൾ അയാൾ എന്നെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. രാഗിണിക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കാൻ പോകുന്ന തോട്ടവാ, അയാളത് മേടിച്ചു എന്നും പറഞ്ഞ് എന്നോട് പറയുകയുണ്ടായി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തന്നോട് രാഗിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ കാവേരിയോട് നിവിൻ പറയുന്നില്ല. എന്തൊക്കെയാണ് നിവിനെ ഈ പറയുന്നത്? അതെൻ്റെ അച്ഛൻ മേടിച്ചതാ. എൻ്റെ അച്ഛൻ്റെ ഒരു ഡയറി ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതിന് ആ തോട്ടം മേടിക്കാനായിട്ട് അച്ഛൻ ഓരോ രൂപ കൊടുത്തതും കറക്റ്റായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ പറയുന്നത് ശരിയാണോ എന്ന് അപ്പം നിവിൻ ചോദിക്കും കേട്ടോ. അതെ നിവിനെ, നിൻ്റെ അങ്കിള് അയാളൊരു ദുഷ്ടനാണ്. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ചതിച്ചുകൊണ്ടാണ് അയാൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ
അച്ഛൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ ആ തോട്ടം പോലും അയാൾ, ആ ദുഷ്ടൻ അയാളുടേതാക്കി വെച്ചിരിക്കുക. എന്നിട്ട് താൻ അയാളോട് ചോദിച്ചില്ലേ എന്ന് നിവിനപ്പം ചോദിക്കുക. ഞാൻ ചെന്ന് ചോദിച്ചു, എന്ത് കാര്യം? ഒരു ഉപകാരവും ഉണ്ടായില്ല. അയാളതെല്ലാം വളച്ചൊടിച്ചു. ആ സമയത്ത് എൻ്റെ അമ്മയും അയാൾ പറയുന്നത് മാത്രമേ വിശ്വസിക്കുമായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പം ഞാൻ പോയി ചോദിച്ചാലും അയാൾ കാര്യങ്ങളൊക്കെ വളച്ചൊടുക്കും. ഈ നാട്ടിലെ നിയമവും പോലീസുകാരും ഒക്കെ അയാളുടെ അടിമകളാണെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. എൻ്റെ അച്ഛൻ്റെ അധ്വാനം അയാൾ കയ്യിൽ ആക്കി വെച്ചിരിക്കുന്നത്, അത് അനുഭവിക്കാൻ ഞാൻ അയാളെ സമ്മതിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞ് കാവേരി അവിടെ നിന്ന് സങ്കടപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് നിവിനെ കൂട്ടിക്കൊണ്ട് എനിക്ക് ആ തോട്ടത്തിൽ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാം. അപ്പം കാവേരിയുടെ വാശി കാണുമ്പം ആ തോട്ടത്തിൻ്റെ അവിടേക്ക് കാവേരി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം അവിടെ സ്ഥിരമായിട്ട് ജയപാലൻ്റെ പണിക്കാരനായിട്ടുള്ള ആ ചേട്ടനുണ്ട്. അപ്പം കാവേരി കാണുമ്പോഴത്തേക്കും അയാൾ അടുത്തേക്ക് വരിക. മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുക. അങ്കിളെ, സത്യം പറയണം, ആ ജയപാലൻ അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇത് എൻ്റെ അച്ഛൻ മേടിച്ച തോട്ടമല്ലേ? ഇതെങ്ങനെ അയാളുടെ പേരിൽ എത്തിയത്? മോളെ, എനിക്കൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരും കാണുന്ന ഒരാളല്ല ആ ജയപാലൻ. അയാളുടെ മനസ്സ് മുഴുവനും വിഷമാണ്, അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കാവേരി വല്ലാതെ തകർന്നു പോവാ. നിൻ്റെ അങ്കിള് അയാൾ എത്ര ദുഷ്ടനാണ് നിവിനെ. ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ഇങ്ങനെ ചതിക്കാൻ അയാൾക്ക് എങ്ങനെ സാധിച്ചു? എൻ്റെ പാവം അച്ഛൻ, അദ്ദേഹം ആ മണലാരണ്യത്തിൽ കിടന്ന് വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പാദ്യമാണ് ഇതെല്ലാം. അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? അതെല്ലാം അയാൾ തട്ടിയെടുത്തു. ഇതൊന്നും അനുഭവിക്കാൻ ഞാൻ അയാളെ സമ്മതിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞ് കാവേരി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. കാവേരിയുടെ തകർച്ച കാണുമ്പം നിവിനും ഒരുപാട് സങ്കടം വരിക. താൻ ഇവിടെ അധിക സമയം നിൽക്കണ്ട, അയാളുടെ ആളുകൾ ഈ പരിസരത്തൊക്കെ ഉണ്ടാകും, നമുക്ക് പോകാം എന്ന് പറയാം. പക്ഷെ കാവേരി കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. ഒരു വിധത്തിലാണ് കേട്ടോ നമ്മുടെ നിവിൻ കാവേരിയെയും വലിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ കാവേരിയുടെ തകർന്ന അവസ്ഥ കാണുമ്പം നിവിൻ ഒരുപാട് സങ്കടം വരിക. താൻ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം. എന്ത് വഴിയാണ് ഉള്ളത് എന്ന് കാവേരി ചോദിക്കാം. ഈ തോട്ടത്തിന്റെ പഴയ ഉടമസ്ഥൻ ആരായിരുന്നെന്ന് തനിക്ക് അറിയാവോ എന്ന് ചോദിക്കാം. താൻ തൻ്റെ അച്ഛൻ്റെ ഡയറികളൊക്കെ എടുത്തു നോക്കുക, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ആ ജയപാലൻ അയാളുടെ വീട്ടിൽ കയറി അയാളുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ ചുഴിഞ്ഞെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഉടമസ്ഥനെ കാണാനായിട്ട് സാധിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകും എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കാവേരിക്കും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവുക. ഞാനിപ്പോൾ തൽക്കാലം വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയിക്കണ്ട, ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ തകർന്നു പോകും എന്ന് കാവേരി പറയാം. അപ്പം നിവിൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പം കാവേരി ആണെങ്കിൽ അച്ഛൻ ഡയറിയൊക്കെ നോക്കുമെങ്കിലും അതിനെപ്പറ്റിയുള്ള ഒരു അറിവും കിട്ടുന്നില്ല. നിവിൻ പറയും, താൻ ടെൻഷൻ ആവണ്ട, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാവോ എന്ന് നോക്കട്ടെ എന്ന് പറയും. നിവിൻ ജയപാലൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ എങ്ങനെയും ചൂഴ്ന്നറിയാനായിട്ട് ചെല്ലുകയാണ്. വളരെ സ്നേഹം നടിച്ച് തന്നെ നമ്മുടെ നിവിനും ചെല്ലും. ഇപ്പം എങ്ങനെയെങ്കിലും തൻ്റെ മകൾ രാഗിണിയെ നിവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടതുകൊണ്ട് തന്നെ ജയപാലനും നിവിൻ്റെ അടുത്ത് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരും അറിയാതെ ജയപാലൻ്റെ വായിൽ നിന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പം നിവിന് വളരെ സന്തോഷമാവുകയാണ്. പക്ഷെ നിവിന് ഒന്നും അറിഞ്ഞ ഭാവം നടിക്കുന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പോവാം. എന്നിട്ട് കാവേരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുക. ആ ഉടമസ്ഥനെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം, അയാളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ എന്ന് കാവേരി പറയണം. നീ ടെൻഷൻ ആവണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അയാളുടെ നാടും വീടും എവിടെയാണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അയാളെ പോയി കാണാം. ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് അറിയണമല്ലോ. തൻ്റെ അച്ഛനല്ലാതെ ഇയാൾക്ക് എങ്ങനെ അതിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടി എന്നും അറിയണമല്ലോ എന്ന് പറയാം. അപ്പോൾ കാവേരിക്കും നിവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. ഈ ആഴ്ചയിലെ എപ്പിസോഡിൽ നമ്മുടെ നരേൻ്റെ സാന്നിധ്യവും കാണാനായിട്ട് സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷം നരൻ വീണ്ടും എപ്പിസോഡുകളിലേക്ക് പതിയെ കാവേരിയുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.